മുകേഷും ലൈംഗികാരോപണ പരാതിയിൽ നിയമവഴിയിലാണ്. മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. നവമി ദിനേശ്, നവമി, മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായി, ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്? രഞ്ജിത്ത്, അല്പസമയത്തിന് മുൻപാണ് നടൻ മുകേഷ് ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് ഹാജരായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോസ്റ്റൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. ഇവിടെ വെച്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥ പൂങ്കുഴലി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലുവ സ്വദേശിയായ നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ തന്നെയും മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനാണ് സാധ്യത. എന്തായാലും വിശദമായിട്ടൊരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. മുകേഷിൽ നിന്നും പ്രധാനമായും ചോദിച്ചറിയുക ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ആലുവ സ്വദേശിയായ പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നത് തങ്ങൾ ഒരു സിനിമയിൽ അഭിനയിച്ചു, അതിനുശേഷം കൂടുതൽ സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മരടിലെ തന്റെ വീട്ടിലേക്ക് മുകേഷ് ഈ നടിയെ വിളിച്ചു വരുത്തിയതിനു ശേഷം ലൈംഗികമായി ഉപദ്രവിച്ചു എന്നൊരു പരാതിയാണ് ഈ ആലുവ സ്വദേശിയായ നടി നൽകിയത്. ഇതിനെ തുടർന്നാണ് പിന്നീട് മരട് പോലീസിന് ഈ കേസ് പരാതി നൽകുകയും പോലീസ് ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിനോടകം തന്നെ ഈ പെൺകുട്ടിയുടെ ഈ നടിയുടെ രഹസ്യമൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ മുകേഷിനെ വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കോടതിയിൽ മുൻകൂർ ജാമ്യം നൽകിയതിനാൽ അറസ്റ്റ് ഉണ്ടാകില്ല, പകരം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം പോലീസ് വിട്ടയക്കുന്ന സാഹചര്യമായിരിക്കും. ഈ മുകേഷിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്ന് തന്നെ ഇതിനോടകം തന്നെ MLA വ്യക്തമാക്കിയിരുന്നു. ഈ യുവതി തന്നെ പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു, പണത്തിന് വേണ്ടി തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുകൂടി മുകേഷ് ചോദ്യം ചെയ്യുകയാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വേഗത്തിലുമായി ദിൽന ചേരും.